അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുണ്യ റജബ് മാസം വീണ്ടും നമ്മിലേക്ക് സമാഗതമാവുകയാണ്. അതോടൊപ്പം റജബുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യാജ ഹദീസും മറ്റൊന്നുമല്ല, നാമൊക്കെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും മറ്റു സോഷ്യൽ മീഡിയകളിലും കാണുന്നത് പോലെ റജബ് മാസത്തെക്കുറിച്ച് ആദ്യം അറിയിക്കുന്ന ആൾക്ക് നരകം ഹറാമാണ് എന്ന ഒരു വ്യാജ ഹദീസ്. നാം ഒരിക്കലും അതിന്റെ പ്രചാരകരാവരുത്. അത്തരത്തിലൊരു ഹദീസ് ഇല്ല. റജബ് മാസം എന്നല്ല, ഒരു മാസവുമായി ബന്ധപ്പെട്ടും അത്തരത്തിൽ അർത്ഥം വരുന്ന ഒരു ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതായി പ്രാമാണികമായ ഒരു ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അങ്ങനെയാകുമ്പോൾ നാം ഈ ഹദീസ് എന്ന വ്യാജേന പ്രചരിപ്പിക്കുന്നത് കള്ളമായി മാറുകയും നാം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ കള്ളം പറഞ്ഞവരായി നരകത്തിന് അർഹരാവുകയും ചെയ്യും. വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ട ഒരു വിഷയമാണിത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇപ്രകാരം വായിക്കാം. നബി തങ്ങൾ പറയുകയാണ്, ആരും എന്റെ പേരിൽ കളവ് പറയരുത്. എന്റെ പേരിൽ കളവ് പറയുന്നത് മറ്റുള്ളവരുടെ പേരിൽ പറയുന്നത് പോലെയല്ല. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു ഫിന്നാർ. എന്റെ പേരിൽ ആരെങ്കിലും കളവ് പറഞ്ഞു കഴിഞ്ഞാൽ, കളവാണ് എന്ന് ഉറപ്പിച്ച് അറിഞ്ഞുകൊണ്ടു തന്നെ അത് പറയുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്താൽ ഫൽയതബവ്വ മഖ്അദഹു ഫിന്നാർ, അവൻ നരകത്തിൽ ഒരു ഇരിപ്പിടം തയ്യാറാക്കിക്കൊള്ളട്ടെ. ഏകദേശം ഇതേപോലെയുള്ള ഒരു ഹദീസ് മഹാനായിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. ആ ഹദീസിൽ പറയുന്നത് ഫൽ യലി ജിന്നാർ, അങ്ങനെ എന്നെ കുറിച്ച് കളവ് പറയുന്നവൻ നരകത്തിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്നാണ്. ഏതായിരുന്നാലും പ്രവാചകന്റെ പേരിൽ കളവ് പറയുക എന്നുള്ളത് വളരെയധികം ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ, നാം ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകാര്യ യോഗ്യമല്ലാത്ത രൂപത്തിലായി നാം നരകാർഹരാവാൻ പ്രാപ്തമാകുന്ന വിധത്തിലുള്ള ഒരു തെറ്റാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കളവ് പറയുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹദീസുകൾ അല്ലെങ്കിൽ ഹദീസ് എന്ന പേരിൽ നമ്മുടെ മീഡിയകളിൽ കാണുമ്പോൾ കൃത്യമായി ഉറപ്പുവരുത്താതെ നാം ഒരിക്കലും ഷെയർ ബട്ടൺ അമർത്തരുത്. കാരണം ഒരേ ഒരു ഷെയർ കൊണ്ട് ഒരു പക്ഷേ നാം നരകത്തിന് അർഹരായി മാറിയേക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.